കോഴിക്കോട് വെള്ളിമാട് കുന്നിലെ നിയമവിദ്യാർത്ഥിനി ഫാത്തിമ മൗസ മെഹ്റിസിന് എന്താണ് സംഭവിച്ചത്? പെൺകുട്ടി ജീവനൊടുക്കാനുള്ള കാരണം എന്തായിരിക്കും? മൗസിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തി. സുഹൃത്ത് കെണിയിൽപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. യുവാവുമായി സൗഹൃദം തുടങ്ങിയ ശേഷം മറ്റുള്ളവരുമായി മൗസിക്ക് കാര്യമായ അടുപ്പമുണ്ടായിരുന്നില്ല. കേസിൽ കോവൂർ സ്വദേശിയായ യുവാവിനായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ 15-നാണ് മൗസ തൃശൂരിലെ വീട്ടിൽ ഒടുവിലെത്തിയത്. 17-ന് മടങ്ങി. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉള്ളതായി സൂചന ലഭിച്ചില്ല. മൗസ മരിച്ചതിന്റെ തലേ ദിവസം പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും അമ്മയ്ക്ക് കോൾ വന്നു. സുഹൃത്തെന്ന് പരിചയപ്പെടുത്തിയാൽ വിവാഹിതനും കുട്ടികളുടെ പിതാവാണെന്നും അറിയിച്ചു. യുവാവിന്റെ കോളിന് പിന്നാലെ കുടുംബം മൗസയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ ഓഫ് ആയിരുന്നു. പിന്നീട് മറ്റൊരു ഫോണിൽ നിന്നും അച്ഛനെ വിളിച്ച് ഫോൺ തകരാറിലാണെന്നും നന്നാക്കിയ ശേഷം തിരികെ വിളിക്കാമെന്നും അറിയിച്ചു. കഴിഞ്ഞ 15-ാം തീയതി വന്ന് 17-ാം തീയതി വളരെ ഹാപ്പി ആയിട്ട് യാതൊരു പ്രശ്നങ്ങളില്ലാണ്ട് വളരെ ഹാപ്പി ആയിട്ട് പോയ കുട്ടിയാണ്. എൻ്റെ വീട്ടിൽ യാതൊരു വിഷമങ്ങളോ ഒരു പ്രയാസങ്ങളോ ഒരു കാര്യത്തിലും ഈ കുട്ടിക്ക് ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അവിടെ തന്നെ കഴിഞ്ഞ മാസം പഠിച്ച് ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് വരെ പാസ്സായ കുട്ടിയാണ്. അടുത്ത മാർച്ചിൽ ഇൻറ്റേൺഷിപ്പിൽ എറണാകുളം ഹൈക്കോടതി ഇൻറ്റേൺഷിപ്പിൽ പോകണമെന്ന് പറഞ്ഞ കുട്ടിയാണ്. പിന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കൊന്നും പറയാനില്ല. ശക്തമായ ഇടപെടൽ അതിലൂടെ ഉണ്ടായിരിക്കും. അമ്മയുമായുള്ള കോൾ റെക്കോർഡ് ചെയ്ത് യുവാവ് മൗസയ്ക്ക് അയച്ചു കൊടുത്തതായാണ് സൂചന. ബന്ധം അമ്മ അറിഞ്ഞത് മൗസയ്ക്ക് വലിയ ആഘാതമായി. ഇതിനെ ചൊല്ലി ഇരുവരും വഴക്കിടുകയും ചെയ്തു. ഇയാൾ വിവാഹിതനും കുട്ടികളുടെ പിതാവാണെന്നതും ഞെട്ടിച്ചു. ഇതേ ചൊല്ലിയും വാക്കേറ്റമുണ്ടായി. തുടർന്ന് താമസ സ്ഥലത്തെത്തിയ ഇയാൾ ഫോൺ എടുത്തുകൊണ്ടു പോവുകയായിരുന്നു. രാവിലെ കോളേജിൽ പോയ മൗസ വീട്ടിൽ തിരിച്ചെത്തി ജീവനൊടുക്കി. യുവാവുമായി അടുത്തതോടെ മറ്റു സുഹൃത്തുക്കളുമായി മൗസ അകന്നതായി പാർട്ട് ടൈം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമ പറഞ്ഞു. യുവാവിന്റെ കാറിൽ പലപ്പോഴും കണ്ടിരുന്നു. വലിയ സമ്മർദ്ദത്തെ തുടർന്നാണ് മൗസ ജീവനൊടുക്കിയതെന്ന് കരുതുന്നതായും സുഹൃത്ത് പറയുന്നു. വലിയൊരു പ്രഷർ ഇതിന്റെ ബാക്കിലുണ്ടാവും, വലിയ രീതിയിൽ. അല്ലെങ്കിൽ ഇവർ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. കല്യാണമായിട്ട് ബന്ധപ്പെട്ട ആളാണ്, രണ്ടാമത് ഇവളായിട്ട് സൗഹൃദം സ്ഥാപിച്ചെന്നുള്ളത്. ഒരു പ്രഷർ ഇല്ലാതെ കുട്ടി വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം അതിന്റെ ബാക്കിലുണ്ടാവും. സുഹൃത്ത് വിവാഹിതനും കുട്ടികളുടെ പിതാവുമാണെന്ന് കഴിഞ്ഞ ദിവസമാണ് മൗസ മനസ്സിലാക്കിയത്. ഇതാണ് ആത്മഹത്യയിലേക്ക് നയിക്കാൻ കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. ഇയാൾ ഒളിവിലാണ്. ന്യൂസ് 18 കോഴിക്കോട്.